ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എൻക്ലെക്സാറിൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ കോണ്ടന്റ് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്നതിന് മുന്നേ കോണ്ടന്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കുറച്ച് ടോപ്പിക്സും കൂടെ ആഡ് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുമ്പോൾ. ഇതൊരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ടോപ്പിക്സ് ആണ്, അല്ലാതെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇട്ടവർ തന്ന അങ്ങനത്തെ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അതായത് ഇത് മാത്രം പഠിച്ചാൽ പരീക്ഷയ്ക്കെല്ലാം പഠിച്ചു എന്നല്ല അർത്ഥം. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകുമ്പോൾ ഫുള്ളി കവേർഡായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ആ കോണ്ടന്റ് കവർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. മോസ്റ്റ്ലി ഞാനൊരു 2 പാർട്ടായിട്ട് എടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് ഞാൻ ടോപ്പിക്സ് പറഞ്ഞാണ് പോകുന്നത്. അപ്പം അതിനു മുന്നേ നിങ്ങൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ ബുക്കോ ആൻഡ് ഓൾസോ ഒരു 3 കളർ ഇങ്കുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള പെന്നും കൂടെ എടുത്ത് വെക്കണം. അപ്പം നിങ്ങൾക്ക് എഴുതുമ്പം ഡിഫറെൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഒരു ടോപ്പിക് എഴുതാനുള്ള ഒരു കളറ്, അതുപോലെ കണ്ടീഷൻസ് എഴുതാനുള്ളൊരു കളറ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ അത് വേറൊരു കളർ വെച്ച് നിങ്ങൾക്ക് എഴുതാമല്ലോ, അതുകൊണ്ടാണ്. അപ്പം അത്രയുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. ആദ്യത്തെ സിസ്റ്റം ന്യൂറോളജിക്കൽ സിസ്റ്റം ആണേ. അപ്പം ഒരു കളർ വെച്ച് ന്യൂറോളജിക്കൽ സിസ്റ്റം എഴുതുക, അടുത്തൊരു കളർ വെച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ടോപ്പിക്സ് പറയുമ്പോൾ എഴുതിയാൽ മതി. ആദ്യത്തേത് ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ഇൻക്രീസ്ഡ് ICP, ഇൻട്രാക്രീനിയൽ പ്രഷർ, ഇൻക്രീസ്ഡ് ICP, മെനിഞ്ചൈറ്റിസ്, സ്ട്രോക്ക്, ഡിമെൻഷ്യ വേഴ്സസ് ഡെലീരിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ഒരു കളർ വെച്ച് ഒന്ന് എന്തെങ്കിലും ഒരു സിമ്പിൾ ഇട്ടേക്കണേ. ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട്. ഡിമെൻഷ്യ വേഴ്സസ് ഡെലീരിയം. സീഷർ, ഗ്ലാസ്കോ കോമ സ്കെയിൽ, പാർക്കിൻസൺസ് ഡിസീസ്, അന്യൂറിസം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, മയാസ്തീനിയ ഗ്രാവിസ്, ഗുലിയൻ ബാരെ സിൻഡ്രോം. ഐ തിങ്ക് ദ പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു ഗിയാൻ ബാരെ സിൻഡ്രോം എന്നാണ്. നമ്മളൊക്കെ പഠിക്കുന്നത് യൂഷ്വലി ഗുലിയൻ ബാരെ സിൻഡ്രോം എന്നാണ്. എന്തായാലും കാര്യം മനസ്സിലായല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്ന. അതുപോലെ ഹെഡ് ഇഞ്ചുറീസ്, ബെൽസ് പാൽസി. ഇത്രയുമാണ് ന്യൂറോളജിക്കൽ ഡിസോർഡറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുത്തു പറഞ്ഞു. ഇത് മാത്രമല്ല, നിങ്ങൾ ന്യൂറോളജിക്കൽ സിസ്റ്റം പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ പഠിച്ചോന്നും കൂടെ ചെക്ക് ചെയ്യുക. അങ്ങനെ പോകാനുള്ള നോട്ട്സ് ആണ് ഇത്. അടുത്ത സിസ്റ്റം കാർഡിയോളജി. കാർഡിയോളജിക്കകത്ത് വരുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. ഒത്തിരി ക്വസ്റ്റ്യൻ അതിനകത്ത് വരാറുണ്ട് ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് ആയിട്ട്. മെഡിസിൻസ് ആണ്, ഫാർമക്കോളജി ആയിട്ടും അല്ലാതെയൊക്കെ. പിന്നെ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, പെരിഫറൽ ആർട്ടറി ഡിസീസ് വേഴ്സസ് പെരിഫറൽ വീനസ് ഡിസീസ്, കാർഡിയാക് ടാമ്പോണേറ്റ്. അടുത്തത് ബെക്സ് ട്രയാഡ്സ് വേഴ്സസ് കുഷ്യൻ ട്രയാഡ്, ബെക്സ് ട്രയാഡ് വേഴ്സസ് കുഷ്യൻ ട്രയാഡ്. അടുത്തത് കൊറോണറി ആർട്ടറി ഡിസീസ്. അതിൻ്റെയും കേസ് സ്റ്റഡി ആയിട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. പെരികാർഡൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ്. പിന്നെ ബേസിക് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് മിനിമം EKG പഠിക്കണം. അതും അത്രയാണ് കാർഡിയോളജിയിൽ. പിന്നെ അടുത്തത് റെസ്പിറേറ്ററി സിസ്റ്റം, ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസസ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് എക്സാമിൽ തന്നെ പലയിടത്തു നിന്നൊക്കെ, അതായത് പല കേസ് സ്റ്റഡിയിൽ നിന്നും ഒക്കെ ABG ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ പൾമണറി എംബോളിസം,
hemothorax versus pneumothorax, pleural effusion, thoracenthesis procedure, acute respiratory failure, chest tubes, basic ventilator settings, pneumonia, tuberculosis. ഈ ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ്, ഈ കണ്ടീഷൻസ് ഒക്കെ സിമ്പിൾ നഴ്സിങ്ങിന് നല്ല വീഡിയോ ഉണ്ട്. നമുക്കത് ആ വീഡിയോ മുഴുവൻ പഠിച്ചാൽ ഓൾമോസ്റ്റ് ആ ടോപ്പിക് ഫുൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമേ. അതുപോലെ COPD, എംഫൈസീമ, ബ്രോങ്കോസ്കോപ്പി, ലങ് സൗണ്ട്സ്. അടുത്തത് സിസ്റ്റം എൻഡോക്രൈൻ. ഡയബറ്റിസ് മെൽറ്റസ്, ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ ഡയബറ്റിസ്. അത് മൂന്നും അതിനകത്താണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻസുലിനും ഉണ്ട്. അതൊരു ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തീരണമെങ്കിൽ ആ ടൈപ്സ് ഓഫ് ഇൻസുലിനും പ്രൊസീജിയർ ഓഫ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ്റെ പ്രൊസീജിയറും കൂടെ ആകുമ്പോഴേ നമ്മൾ ആ ഡയബറ്റിസ് മെൽറ്റസ് കംപ്ലീറ്റ് പഠിക്കത്തുള്ളൂ. അത്രയും മുഴുവൻ പഠിക്കണം. ടൈപ്പ് 1, ടൈപ്പ് 2 ജസ്റ്റേഷണൽ ഡയബറ്റിസ്, പിന്നെ അഡിസൺ ഡിസീസ്, കുഷ്യൻ ഡിസീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് DKA, HHNS, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം. ഈ DKA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാനുണ്ട്. അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ വേഴ്സസ് ഹൈപ്പർഗ്ലൈസീമിയ, ഫൈബ്രോമയാൾജിയ, പാൻക്രിയാറ്റൈറ്റിസ്. ഇത്രയേ ഉള്ളൂ. അടുത്ത സിസ്റ്റം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ. ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈനലിനകത്ത് സിസ്റ്റം പഠിക്കുന്ന കൂട്ടത്തിൽ ഡയറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻ ഡയറ്റ് റിലേറ്റഡ് വരാറുണ്ട് NCLEX ആറിന്. അപ്പം അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, അപ്പൻഡിസൈറ്റിസ്, കോളിസിസ്റ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ്, ഡംപിങ് സിൻഡ്രോം, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിനകത്ത്. ഹയാറ്റൽ ഹെർണിയ, സിറോസിസ്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് GERD, പെപ്റ്റിക് അൾസർ ഡിസീസ് PUD, irritable bowel syndrome, GI bleed, small bowel obstruction, diverticulitis versus diverticulosis, celiac disease, കേസ് സ്റ്റഡി വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് സിസ്റ്റം റീനൽ ആൻഡ് ജനൈറ്റോ യൂറിനറി. അതിനകത്ത് റീനൽ ഫെയിലിയർ, ഹീമോഡയാലിസിസ് വേഴ്സസ് പെരിറ്റോണിയൽ ഡയാലിസിസ്, BPH, benign prostatic hyperplasia, urinary retention versus incontinence, glomerulonephritis, important question, pyelonephritis, kidney stones. Next system musculoskeletal.
റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറിസിസ്, ഇതിൻ്റെ ആ ഡിഫറൻസ് എല്ലാം മനസ്സിലാക്കണേ. പിന്നെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഫ്രാക്ചേഴ്സ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. കേസ് സ്റ്റഡിയൊക്കെ ഒത്തിരി അതിൽ നിന്ന് വരാറുണ്ട്. ആംബ്യൂട്ടേഷൻസ്. പിന്നെ നെക്സ്റ്റ് സിസ്റ്റം ഹെമറ്റോളജി. അതിനകത്ത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, സിക്കിൾ സെൽ അനീമിയ, പെർനീഷ്യസ് അനീമിയ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്. അതിൻ്റെ പ്രൊസീജിയറും അലർജിക് പ്രിക്കോഷൻസും എല്ലാം നമ്മൾ നോക്കണേ. പിന്നെ ഹീമോഫീലിയ, എപ്പോയിറ്റൻ ആൽഫ, ത്രോംബോസൈറ്റോപീനിയ, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് സിസ്റ്റം ഓങ്കോളജി ആൻഡ് ഇമ്മ്യൂണോളജി. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നോക്കിക്കോണേ. ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ബേസിക് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് പോയാൽ മതി. ലുക്കീമിയ കേസ് സ്റ്റഡി വരുന്ന ക്വസ്റ്റ്യനാണ്. ലിംഫോമ, ovarian cancer, cervical cancer, prostate cancer, skin cancer, testicular cancer, റേഡിയേഷൻ തെറാപ്പി വേഴ്സസ് കീമോതെറാപ്പി. ആ പ്രൊസീജിയറും ഒക്കെ ഒന്ന് നോക്കിക്കോണേ, വായിക്കണേ അതൊക്കെ. പിന്നെ HIV, അടുത്ത ജോർഗൻ സിൻഡ്രോം. അതിൻ്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. SGORGEN'. ജോർഗൻ സിൻഡ്രോം. എസ് സൈലൻ്റ് ആണ്. അടുത്തത് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. അതിനകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സും നല്ലതായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ആ ഡിഫറൻസും വാല്യൂസും. യൂഷ്വലി NGN ക്വസ്റ്റ്യൻസിന് നമുക്ക് വാല്യൂസ് തരാറുണ്ട്. ഞാൻ എഴുതിയപ്പം വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരുവിധം നമ്മളൊന്ന് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇൻ കേസ് എങ്ങാനും ക്വസ്റ്റ്യൻസിൽ വന്നില്ലെങ്കിലോ. അതുകൊണ്ട് പണ്ടത്തെ NCLEX എക്സാമിന് നമ്മളിത് കാണാതെ പഠിക്കണം എന്നുണ്ടായിരുന്നു. NGN അങ്ങനല്ല. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ എനിക്ക് വന്നപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വാല്യൂസ് അവർ തരുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ അതിനകത്ത് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ കലീമിയ, ഹൈപ്പോ ആൻഡ് ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പോ ആൻഡ് ഹൈപ്പർ മാഗ്നീസീമിയ, hypo and hypernatremia, hypo and hypervolemia, hypo and hyperphosphatemia, hypotonic solutions, hypertonic solutions, isotonic solution. ഈ മൂന്ന് ഹൈപ്പോ, ഹൈപ്പർ, ഐസോ. ഇതിനകത്ത് എക്സാമ്പിൾസും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. NS ഏതിലാണ് വരുന്നത്, ഡെക്സ്ട്രോസ് ഏതിലാണ് വരുന്നത് എന്നുള്ളത് അത് പഠിച്ചു വെക്കണേ. ആ മൂന്ന് സൊല്യൂഷൻസ്. അടുത്ത ഹെഡിങ് വരുന്നത് STD ആൻഡ് STI, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസോർഡേഴ്സ്, ഡിസീസ് ആൻഡ് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അതിനകത്ത് ബേസിക് എല്ലാം ഒന്ന് വായിച്ച് പോകണം. അതിനകത്ത് മെയിനായിട്ട് പഠിക്കുന്നത് പ്രിക്കോഷനാണ്. നമ്മൾ ആ ഡിഫറൻസിയേഷൻ, കോണ്ടാക്റ്റ് ആണോ എയർ ബോൺ ആണോ അതൊക്കെയാണ് പഠിക്കേണ്ടത് കൂടുതലും. അപ്പോൾ അതിനകത്ത് എന്തോന്ന് എയ്ഡ്സ് വരുന്നുണ്ട്, HIV, സിഫിലിസ്, ക്ലെമിഡിയ, ഗൊണേറിയ, പിന്നെ ഹെർപ്പസ് പ്രിക്വേഷൻ. പ്രിക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടാക്റ്റ്, എയർ ബോൺ
വാട്ടർ ബോൺ അങ്ങനത്തെ അത് പഠിക്കണം കേട്ടോ. അത് പല രീതിയിൽ നമുക്ക് ചോദിക്കും. ഒന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് എഞ്ചിനിൽ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. എല്ലാം ഒരു കേസ് സ്റ്റഡി മോഡലിലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാം. അപ്പം അത് പഠിക്കണം.